ഞാൻ ഇന്ന് വിളവെടുപ്പുണ്ട് നടലുണ്ട് രണ്ടും ഞങ്ങളെ കാണിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയണ്ടേ? ഉള്ളി. ഞാൻ ഉള്ളി ഈ വർഷം ആദ്യമായിട്ടാണ് കൃഷിയെടുത്ത് തന്നെ കൂടുതലൊന്നും ഇല്ല കേട്ടോ, കുറച്ച് ഒരു പരീക്ഷണത്തിന്. ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടാണ് എനിക്ക് താല്പര്യം വന്ന് ഞാൻ ഉള്ളി നട്ടു നോക്കിയത്. അതും ഉള്ളിക്കൊട്ട മുട്ടിയിട്ട് ചെറിയ ചെറിയ ഉള്ളിയാ നട്ടത്. വിളവെടുക്കാൻ നോക്കുമ്പോൾ ഞാൻ 3 മാസം വേണ്ട 2.5 മാസം മതി ഇതൊക്കെ എങ്ങനെ കണ്ടപ്പോൾ ഞാൻ പോയി നോക്കി ഒന്നിങ്ങനെ മാന്തി നോക്കുമ്പോൾ അതിന് ഉള്ളി ഉണ്ട്, ചുറ്റും ഇങ്ങനെ ഉള്ളി ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞാൻ വിചാരിച്ചു അത് വിളവെടുക്കുന്നത് നിങ്ങളെ കാണിക്കാം, പുതുതായിട്ട് ഉള്ളി നടുന്നത് ഞാൻ കാണിച്ചു തരാമെന്നുള്ളത്. അപ്പോൾ വരിങ്ങ് കാണാലോ. ആണ് ഞാൻ ഉള്ളി ഉണ്ടാക്കിയത്. ഞാൻ ഗ്രോ ബാഗിൽ ചെറിയ പ്ലാസ്റ്റിക് കവറിലൊക്കെയാണ് നട്ടത്. ഇതായിട്ടില്ല, പക്ഷെ ആയതുണ്ട്. ആയിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഞാൻ യൂട്യൂബിൽ ഞാൻ കേട്ടതാണ് പറയുന്നത്. പിന്നെ തണ്ടങ്ങ് വാടങ്ങ് വീഴും, അന്നേരമാണ് ഇതിന് സമയമായി എന്നുള്ളത് മനസ്സിലാവരുന്നുള്ളത്. അപ്പൊ അത് ശരിയാണ്. ഞാൻ അങ്ങനത്തതാണ് മാന്തി നോക്കിയത്. നോക്കുമ്പോ ഉണ്ട് ഉള്ളി ഉണ്ട് അതിൽ. ഇതൊന്നും ആയിട്ടുമില്ല. അപ്പൊ ഞാൻ ഉള്ളി വിളവെടുക്കുന്നത് കാണിച്ചു തരാം. അത് നിങ്ങൾ നട്ടു നോക്കി. ഞാൻ എത്ര ഉള്ളിയാ ചാടിക്കളഞ്ഞ് മുളച്ചതൊക്കെ കേട്ടോ. ഇതിന്റെ മുമ്പേ ഇനി ഞാൻ ചാടൂല. ഇനി ഉള്ളി മുളക്കുന്നുണ്ടോ നോക്കി നിൽക്കും ഞാൻ ഉള്ളിക്കൊട്ടയിൽ. ഞാൻ ഇത് വിളവെടുക്കട്ടെ. അപ്പൊ ഇതാ ഞാൻ ഇത് ചെറിയ പോട്ടല്ലേ, അപ്പൊ ഞാൻ ഇങ്ങോട്ട് ക്യാമറന്റെ മുമ്പിൽ കൊണ്ടുവന്നതാ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് വാടി ഉണങ്ങിനല്ലോ. അപ്പൊ ഞാൻ ഇതിങ്ങ് വിളവെടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ നോക്കി നോക്കാം കേട്ടോ. ഇതാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യമായിട്ട് വിളവെടുക്കുന്ന ഇതാ ഉള്ളി ഉണ്ടായി കണ്ടോ. 1 2 3 4 5 ഞാൻ ചെറിയ ഉള്ളിയാണ് നട്ടിരുന്ന്. ഒന്നുമെന്ന് അത്ര കിട്ടി. ഇതാ 2 ഇതാ 3 ഉണ്ടല്ലേ, ഉള്ളി ഉണ്ടായിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയായിട്ട് ഞാൻ ഇത്ര ഇങ്ങനെ അടുത്ത് പിടിച്ചത്. ഇനി ഒന്നും കൂടി ഉണ്ട് വിളവെടുക്കാൻ. എന്താ അങ്ങനെ ഞാൻ 4 ഉള്ളി, ചെറിയ ഉള്ളി 4 എണ്ണം നട്ടപ്പോ എനിക്ക് കിട്ടിയ ഉള്ളിയാണിത്. ഇതാ ഇത്രയും ഉള്ളി കിട്ടി. അപ്പൊ ഞാൻ ഇന്ന് കുറച്ച് നടാൻ പോവാണ്. ഞാൻ നടുന്നൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഇത് അവിടെ കണ്ടിട്ടോ. ഇത്രയും ഉള്ളി കിട്ടിയ ചെറിയ ഉള്ളി നട്ടതാ. അപ്പൊ ഞാൻ ഇത് പൊട്ടിച്ച് നടണം. ഇതിൽ വേണം ഇനിയും നടാം കേട്ടോ. ഇതിൽ തന്നെ ഞാൻ മാറ്റിയിട്ട് കുറച്ച് കരിയിലെ കമ്പോസ്റ്റ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ ഇതിൽ തന്നെ കുറച്ച് ഉള്ളി നടും. കണ്ടില്ലേ ഉള്ളി ഉണ്ടായത്? സൂപ്പർ അല്ലേ? എനിക്ക് ഭയങ്കര കൗതുകമായി. ഞാൻ ആദ്യമായിട്ടാണ് കൃഷി എടുത്തത് ഉള്ളിന്റെ. 3 ഉള്ളിയാ ഇത്. 3 ഉള്ളിയിൽ നിന്ന് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 10-20 എണ്ണം കിട്ടിയിട്ടോ. വിജയിച്ചു. അപ്പൊ ഇത് ഞാൻ ഉണക്കി എടുത്തു വെക്കും. ബാക്കിയുള്ളതൊന്നും ഞാനിപ്പൊ വിളവെടുക്കൂല. കാരണം എന്താന്ന് പറഞ്ഞാൽ അത് നമ്മളെ മുറ്റത്ത് നട്ടതല്ലേ. ഞാനത് ഭക്ഷണം ഉണ്ടാക്കുമ്പോ വറവിടാൻ വേണ്ടി ആ സമയത്തൊന്നും നിങ്ങൾ മാന്തി എടുക്കുകയുള്ളൂ. നമുക്ക് ഫ്രഷ് ആയത് കാന്താരി ഫ്രഷ് പറിക്കുക, കരുവേപ്പിന്റെ ഇല ഫ്രഷ് പറിക്കുക, അതുപോലെ ഉള്ളിയും അങ്ങനെയായി. ഞാൻ വെളുത്തുള്ളി നട്ടിട്ടുണ്ട്. പക്ഷെ വെളുത്തുള്ളി ഈ ചെറിയ ഉള്ളിനെ പോലെ ഉഷാറായിട്ടില്ല. അതിങ്ങനെ വളർന്നു വരുന്നേ ഉള്ളൂ. ഇപ്പൊ അതിനെ അറിയുന്നവരൊന്ന് പറഞ്ഞു തരണേ, അതിന്റെ സമയം എപ്പാന്നുള്ളത്. ഇതിനെ പോലെ പെട്ടെന്നാവുന്നില്ല. ഇപ്പൊ വിളവെടുത്ത് ഇതാ ആ പോട്ടിന്ന് ഇങ്ങോട്ട് മാറ്റിയതാ ഉള്ളി. എനിക്ക് എത്ര കണ്ടിട്ടും മതിയാവുന്നില്ല കേട്ടോ. നമ്മളൊരു കൃഷി ആദ്യമായിട്ട് എടുക്കുമ്പോ അതിൽ ഉണ്ടായി കാണുമ്പോ എന്തൊരു രസമായിരിക്കൂലേ. ഞാന് 3 അല്ലെങ്കിൽ 4 അത്ര 3 എന്നാ എന്റെ ഓർമ്മ. എനിക്കത് ഓർമ്മയില്ല. 3 എണ്ണേ നടുള്ളൂ. അത്രയും ചെറിയ പോട്ടാ. പക്ഷെ അതിൽ നിന്നാണ് ഇതിങ്ങനെ പൊട്ടി മുളച്ച് ഇത്രയും അധികം ഉണ്ടായത് കേട്ടോ. ഇനി ഞാൻ നടുന്നത് നിലത്താ. ഈ ഉള്ളിയാ നടാൻ ഉദ്ദേശിച്ചത്. ചെറിയ ഉള്ളിയാ, ഏറ്റവും ചെറുതാ നടാൻ നല്ലത്. പണ്ടൊക്കെ എത്ര ഉള്ളിയാ എൻ്റെ ഇത് മുളച്ചിട്ട് ഞാൻ ചാടിയത്. അന്നൊന്നും ഇതറിയില്ലായിരുന്നു. ഇങ്ങനെ നട്ടാൽ
ഇങ്ങനെ കിട്ടുന്നൊന്നുള്ളത്. ഇപ്പം എത്രയോ കിട്ടി, കണ്ടില്ല വിളവെടുത്തത്. ഇതൊറ്റൊന്നും മുളച്ചില്ല കേട്ടോ, ഒന്നും മുളച്ചില്ല. ഞാൻ അങ്ങ് നടുകന്നേ ഉള്ളൂ, ഉണക്കിയിട്ടുണ്ട്. ഞാൻ നടാൻ പോട്ടെ. ഇവിടെ ഒന്ന് മണ്ണ് ഒരുക്കട്ടെ. വെയിലായിപ്പോയി, താമസിച്ചു വരാൻ. ഇവിടെയപ്പം ഞാൻ നടാൻ ഉദ്ദേശിച്ച്. ഇവിടെ ഞാൻ കുറച്ച് നട്ടിട്ടുണ്ട്. ബീൻസാ 2 ആഴ്ചയായി നട്ടിട്ട്. ഇതാ മുളച്ച് വന്നു. അപ്പം അവിടെ ഒരു ഒഴിവുണ്ട്, അവിടെ നടട്ടെ എന്ന് എഴുതി. ഇതാ കളച്ച് ഈ രീതിയിലായി, ഇവിടം വരെ എത്തി. ഇതാദ്യം കപ്പ നട്ട സ്ഥലമായിരുന്നു, കപ്പ കൂടം കെട്ടിയ സ്ഥലം. അതുകൊണ്ട് എളുപ്പമുണ്ട്. ഒന്ന് ഇളക്കി വെച്ച വേഗം റെഡിയാവും. ഇതാ ഇനി ഞാൻ ഒന്നും കൂടി മണ്ണ് ഇളക്കിയിട്ട് ഓരോ ചെറിയ ചെറിയ കുഴി ഉണ്ടാക്കട്ടെ. വെയില മണ്ണൊരുക്കി റെഡിയാക്കി നല്ല ഇളക്കത്തിലാക്കിയിട്ടുണ്ട്. ഞാൻ ചെറിയ ചെറിയ കയ്യോടെ തന്നെ കുഴിക്കട്ടോ, അത്രക്കും ഇളക്കിയിട്ടുണ്ട് ഞാനിത്. ഇനി ഓരോ കുഴിയാക്കിയിട്ട് ഉള്ളി നടാൻ പോവും. ഇതാ ഉള്ളി. ഒറ്റൊന്ന് മുളച്ച ഉള്ളിയല്ല കേട്ടോ, ഇതൊക്കെ ഒന്ന് മുളച്ചിട്ടുണ്ട്. ഇതാ ഒന്ന് മുളച്ചിട്ട്, ബാക്കിയെല്ലാം മുളക്കാത്ത. ഒന്നും കുഴപ്പമില്ല, വേഗം അങ്ങോട്ട് മുളച്ചോളൂ. നനവും കൂടിയും കിട്ടിയാലേ. ഇപ്പം ഞാനൊരു വളം ഇടുന്നില്ല, ഇങ്ങനെ അങ്ങോട്ട് കുഴിയാക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക. ഈ ഭാഗം ആട്ടോടെ, ഈ ഭാഗം ഇങ്ങനെ താഴ്ത്തി ഇങ്ങനെ അങ്ങനെ ആക്കി നടുക. കൈകൊണ്ട് തന്നെ കുഴിയാക്കുന്നത്. നട്ടു. അങ്ങനെ കുഴിയാക്കിയിട്ട് ഇതാ കണ്ടില്ലേ, ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക. മുളക്കും. കൈക്ക് ഉറവൊന്നും ഇട്ടില്ല, ഉറയൊക്കെ നല്ലതാ. ഈ ഭാഗം ഇവിടെയാ വേര് വരുന്നത്, ഈ ഭാഗം. അങ്ങനെ 4 എണ്ണം നട്ട് ഇങ്ങനെ വരിയായിട്ട് ഇങ്ങനെ നടുക. വെള്ളം കെട്ടി നിൽക്കാതെ കണി പൊക്കിയിട്ടുണ്ട്. കപ്പൊക്കെ നടും പോലെ കൂടായിട്ട് ഇങ്ങനെ ആക്കിയിട്ട് പരത്തിയിട്ട്. ഇനി ഫുള്ള് നട്ടിട്ട് കാണിച്ചു തരാം. ഇതാ ഫുള്ളായിട്ട് നട്ടു, കണ്ടില്ലേ. ഓരോ ചെറിയ ചെറിയ കൊയ്യ് വെയിലായത് കൊണ്ട് കാണുന്നുണ്ടോയെന്ന് അറിയുന്നില്ല ഈ ക്യാമറയിൽ. ഞാൻ പോട്ടിലായിരുന്നല്ലോ നട്ടത്. അത് വിളവെടുക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് ഉള്ളി കുറച്ച് വിട്ട് വിട്ട് നടണം എന്നുള്ളത്. കാരണം അതിന് ചുറ്റും 6, 7, 8 ഒക്കെ ഉണ്ടാവും. അപ്പം ഞാൻ എന്താ ഇങ്ങനെ വിട്ട് വിട്ടാ നട്ടത്. മണ്ണിന് നല്ല ഇളക്കണ്ടായിരിക്കണം കേട്ടോ, വേഗം വേരോട്. ഇതൊറ്റൊന്നും മുളച്ചതൊന്നുമില്ല. ഇനി വെയിലത്ത് നല്ലോണം ഉണക്കിയിട്ട് ഞാൻ കൊണ്ടുപോയി നട്ടതാ. ഇനി നനക്കട്ടെ, ഒന്ന് നനച്ച് കൊടുക്കണം. നനക്ക് കുയ്യ് നോക്കി ഇങ്ങനെ നനക്കുക. നനച്ചപ്പോൾ ഉള്ളി പുറത്തേക്ക് ചാടി. ഇങ്ങനെ തന്നെ കുത്തി കൊടുക്കട്ടെ. നനച്ചപ്പോൾ സുഖമുണ്ട് കേട്ടോ നടാൻ. ഇതും പുറത്തേക്കായിപ്പോയി. ഇവിടെ ഇടോ ഒന്ന് കണ്ടല്ലോ, ഇവിടെ ഇതാ ഒന്ന് പുറത്തേക്ക് വന്ന്.
ഇവിടെ ഒന്ന് ഇതാ പുറത്ത് ചാടി എല്ലാം കുത്തി കൊടുത്ത് പോയാലേ ഇത് മുള വന്നത് ആകെ ഒന്നേ ഉള്ളൂ, അതും പുറത്ത് ചാടി. ഇതാ ഇവിടെ ഒന്നുണ്ട്, നന്നാക്കട്ടെ. ഇതാ ഫുള്ള് നനച്ചു. ഇനി ഞാൻ ഒരു മാസം മുമ്പ് നട്ട ഒന്ന് കാണിച്ചു തരാം. ഉള്ളി മുളച്ച് ഉഷാറായത് ഞാൻ ഇങ്ങനെ നട്ടതാണ് അതെല്ലാം. ഇത് നട്ടിട്ടിപ്പോൾ ഒരു മാസമാവാനായി. ഇതിൻ്റെ ഇടയ്ക്ക് മത്തം മുളച്ചതാ പറ്റിയത്. ഇതാ ഇത് സവാളയാട്ടോ, ഇത് ചെറിയുള്ളി. ചെറിയുള്ളി ഉണ്ടാവുന്നുണ്ട്. ഇതാ